അവി, നീ ഋതുവിന്റെ പുതിയ ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സ് കണ്ടോ? ഇല്ല. അവളിപ്പോ ഗുജറാത്തിലാ. ആളിപ്പോ ഒരു സോളോ ബൈക്ക് ട്രിപ്പിലാ, അതും ഹിമാലയത്തിലേക്ക്. അടിച്ചു പൊളിക്കാണല്ലോ. പിന്നെ ഇല്ലേ, കൊള്ളാം. ഞങ്ങൾ കോളേജിൽ ഇരിക്കുമ്പോ എത്ര ട്രിപ്സ് ഇതുപോലെ പ്ലാൻ ചെയ്താന്നറിയോ? അതൊക്കെ ഇപ്പൊ അവളുടെ സോളോ ട്രിപ്സ് ആയി. ഇപ്പൊ ഇതടക്കം. ഏട്ടനല്ലേ ആള്, റോഡ് ട്രിപ്പ് പോയിട്ട് ഒരു ലോങ് ഡ്രൈവിന് പോലും എന്നെ വിടില്ല. ലൈസൻസ് ഉണ്ടായിട്ട് ഇന്ന് വരെ എനിക്കൊന്ന് വണ്ടി ഓടിക്കാൻ തന്നിട്ടില്ല. നീ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് ആവി, എന്നെ പില്ലോ കവർ ഇടാനൊന്ന് ഹെൽപ്പ് ചെയ്യ്. എടാ, ഞാൻ ഇവിടെ എഡിറ്റിലിരിക്കുന്ന കണ്ടില്ലേ? മതി എഡിറ്റ് ചെയ്തൊക്കെ, ഒന്ന് ഹെൽപ്പ് ചെയ്താ. ഓക്കെ, സേവ് ചെയ്യട്ടെ. കുൽഫി. എന്ത് കുൽഫി പുറത്ത്? അതൊക്കെ ഇവിടെ എല്ലാ ദിവസവും പോകുന്നതാണ്. ശരിക്കും എനിക്കിപ്പോ ഒരു കുൽഫി വേണം. നീ അയാളെ പോയി ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, ഞാൻ പൈസ എടുത്ത് ഇപ്പൊ വരാം. കുൽഫിയാ? ഒന്ന് പോടോ, അതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം ആർക്കറിയാം? വല്ല അതൊക്കെ കഴിച്ചിട്ട് വയറിളക്കം വല്ലതും വരാനായിട്ട്. അവി, ഒരു പണി, ഫ്രിഡ്ജിലുള്ള ഐസ്ക്രീം ഇരിപ്പുണ്ട്, മോളോ ഞാൻ എടുത്തരാം. ബാ. നീ എനിക്കിപ്പോ കുൽഫി മേടിച്ചു തരുന്നോ ഇല്ലയോ? അത് വേണോ? എന്നാ വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. അയാള് പോയി. എടോ, തനിക്ക് എന്താ വേണ്ടത്? തനിക്കൊരു ഐസ്ക്രീം വേണം, അത്രല്ലേ ഉള്ളൂ? ഐസ്ക്രീം അല്ല, കുൽഫി. ഓക്കെ, കുൽഫി. താൻ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്റെ മുമ്പിൽ കുൽഫി ഉണ്ടാവും, പോരെ? എനിക്ക് ഇപ്പൊ വേണം. അത് സൈക്കിളമേ ബെല്ലടിച്ചു പോണം കുൽഫിക്കാരന്റെ കയ്യിന്ന്. മീനാക്ഷി, കുൽഫി വേണ്ടേ? പോ. എങ്ങട്? കുൽഫി അടിക്കാൻ. ശരിക്കും? ഓക്കെ, ബാ. കംപ്ലീറ്റ് ആയതല്ലേ? കുറച്ച് തിരുത്തണ്ടേ. നിന്റെ കൈയൊന്ന് കാണിച്ചേ. എന്തിനാ? ഞങ്ങൾ എഴുത്തുകാരങ്ങനെ കണ്ടവർക്കൊന്നും കൈ കൊടുക്കാറില്ല, കൈ കാണിച്ചു കൊടുക്കാറ് തീരെയില്ല. തന്റെ സിനിമാ ജീവിതമൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ചിട്ടായിരുന്നു. വേണ്ടെങ്കിൽ വേണ്ട. അല്ല, അവിടെ ഇരിക്കി. രണ്ട് കൈ ഏതാന്ന് വെച്ചാൽ നോക്കൂ, എടുത്തോ. അപ്പം നിനക്ക് നോക്കാനൊക്കെ അറിയോ? ഞാൻ ചിലരെ പോലെ അങ്ങനെ സ്വന്തം കഴിവ് കൂവി വിൽക്കാറില്ല. നീ ആദ്യം നോക്കിയിട്ടല്ലോ പറ. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, നാട്ടിലുണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ട സ്ഥലം എടക്കൽ കേവ്സ് ആണല്ലോ. 1, 2, 3 അവസാനം പോയത് 2017 വിത്ത് യുവർ എക്സ് ഗേൾ ഫ്രണ്ട്. എന്റെ അമ്മോ, കൈനോട്ടക്കാരി മുത്തേ. എന്റെ സിനിമ ഇക്കൊല്ലം റിലീസാവൂ. ഹലോ, കോൾ മീ പാം റീഡർ. ഓക്കെ, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും പാടില്ല. ഞങ്ങൾ ഈ പാം റീഡേഴ്സിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നൊന്നും ഇഷ്ടമല്ല. ആയിക്കോട്ടെ, പാം റീഡർ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് പറയൂ. ഞരമ്പ് നോക്കൂ. കൈനോട്ടക്കാര് കൈ മാത്രമല്ലേ നോക്കൂ, ഞരമ്പ് നോക്കൂ. മൊത്തം പ്രശ്നമാണല്ലോ ഡി ഐ ജി. എന്തു പറ്റി? നിന്റെ വെയിൻസിൽ ഞാൻ സാമിനെ കാണുന്നുണ്ടല്ലോ. അയ്യേ, അവരെന്തിനാ എന്റെ ഞരമ്പ് കയറിയിരിക്കുന്നത്? നിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, ഞരമ്പിൽ അലിഞ്ഞുപോയി. ഇനി പറഞ്ഞിട്ട് കാര്യം. അയ്യോ, ജീവിതത്തിലെ മൊത്തം പാരയാണ്. ഇനിയിപ്പോ ഇതിനകത്തൂടെ തണ്ടി കയറിയിരുന്ന ഒരു വഴിയുണ്ട്. ഞരമ്പ് മുറിക്കേണ്ടി വരുമോ? സാമിനെ കുറിച്ച് അറിയാണ്ട് തന്റെ ഭാവിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഇയാള് വലിയ പാമ്പറേറ്റർ, അത് സിമ്പിൾ അല്ലേ? ശരിയാണ്, പക്ഷെ ഇപ്പൊ അവൻ ഉറങ്ങല്ലേ. ഉണർന്നിരുന്ന് സംസാരിച്ചാലേ എനിക്ക് പ്രവചിക്കാൻ കഴിയും. ഉണരുമ്പോ അവനോട് ചോദിച്ചാ പോരെ? ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, മനസ്സിലായ? അതിന് എനിക്ക് സാമിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ പിന്നെ എന്ത് ഫ്രണ്ട്സാടോ? അതായത് ഒരു സുപ്രഭാതത്തിൽ അവനെ കൊണ്ടുവന്നു.
ഇനി മുതൽ നമ്മളിവിടെ താമസിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂംമേറ്റ്സ് ആയി. അപ്പൊ നിനക്ക് അവന്റെ ഒരു ഡീറ്റെയിൽസും അറിയില്ലേ? അവന് അച്ഛനും അമ്മയുണ്ട്. ശരിയാണല്ലോ. ഞാൻ അവനോട് അങ്ങനെ അവനെപ്പറ്റി കൂടുതൽ ചോദിച്ചിട്ടുമില്ല, അവനൊന്നും പറഞ്ഞിട്ടുമില്ല അവൻ്റെ മെഡലുകളെ പറ്റിയല്ലാതെ. അല്ല, അപ്പൊ സത്യത്തിൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും? നീ ഒരുപാട് ചിന്തിച്ച് കാട് കയറണ്ട. ഒരു വഴിയുണ്ട്. എന്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. അവൻ നിന്റെ റൂംമേറ്റാ. അവന്റെ രാശി ആൻഡ് യുവർ രാശി ആർ ഇന്റർമിക്സഡ്. വേണമെങ്കിൽ മതി. ഞാൻ റെഡി. ഗുഡ്. യെസ്. എനിക്കൊക്കെ ഒരു കൺപീല് കിട്ടിയിട്ട് എത്ര നാളായെന്നറിയോ? വെറുതെ അല്ല നിന്റെ മൂവി ഒന്നും വർക്കൗട്ട് ആവാത്തെ. ആഹാ, അതെന്താ? എടാ, ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുത്ത് ഏഞ്ചൽസിനെ ഓർമ്മിപ്പിക്കണം, എന്നാലും അവർ നമ്മൾ ഓർക്കുള്ളൂ. ഇപ്പൊ നിന്നെ ഡെവിൾസിന് പോലും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ പറയരുത്. ഞാൻ ഡെവിൾസിന്റെ കൂടെയാണുള്ള സഹവാസം. അന്ന് നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങളിപ്പോ ഡെവിൾസ് ആണല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? നിന്നെ കണ്ട കറക്റ്റ് ഒരു ലുട്ടാപ്പിനെ പോലെ ഉണ്ട്. ഞാൻ ഞാൻ പോയിട്ട് പണയം വെച്ചു. നിന്നെ കണ്ട ഡാഗിനിയുടെ പോയിട്ട് ഡെവിളെ. ഇതെന്താണ് കുറെ ഡെവിൾസ് ഏഞ്ചൽസും? നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി സംസാരിച്ചൂടെ? അയ്യോ, ഉറക്കണർന്നു. എടാ, നിന്റെ സ്കൂളിൽ നീ കളിച്ചിട്ടില്ലേ കൺപീലി വെച്ചിട്ട്? അതെന്താടാ നിനക്ക് കളിച്ചാല്? അയ്യോ, അത്ഭുതം. പോയേ വേണ്ട, ഞാൻ പോക്കോളാം. അയ്യോ, പോവാണോ സാമേ? എടാ, തനിക്ക് നാണമില്ല ഇങ്ങനെ പിള്ളേരെ പോലെ ഒലിപ്പിച്ചും ഡ്രസ്സിലൊക്കെ ആക്കി കഴിക്കാനായിട്ട്? തന്റെ ചേട്ടൻ തനിക്ക് ഭക്ഷണം കഴിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? ഐ മീൻ ഈ ഈറ്റിംഗ് മാനേഴ്സ്. അതെങ്ങനെ അയാൾക്ക് എന്തെങ്കിലും മാനേഴ്സ് ഉണ്ടാക്കാം? ഹലോ, ഒരാളിതൊക്കെ കണ്ടോണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. എന്നാ വേണോന്നൊരു ചോദ്യം പോലും ഇല്ലല്ലോ. ഈ ആള് കാരണം ഈ സർപ്രൈസ് കുൽഫിയ കിട്ടിയെന്ന് അറിയില്ലേ? അത് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? ഇടോ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എന്നാ വേണോന്നൊരു ചോദ്യം. എനിക്കിപ്പോ മനസ്സില്ലല്ലോ, അതിപ്പോ ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതെ, ക്ഷമിച്ചിരിക്കുന്നു. ഒരു ബൈറ്റാ. എന്റെ ചേട്ടൻ പറയുന്നു നിന്നെ ഞാൻ ആളെ വെച്ച് ഇടിപ്പിക്കോടാ, നോക്കിക്കോ. ചേട്ടൻ ഞെത്തി തന്നെ. എനിക്ക് വേറെ വാങ്ങിച്ചാൽ പകുതി കഴിച്ചു. ഇന്നിന് വേറെ കിട്ടത്തില്ലട്ടാ.